വെറും ഒരു ന്യൂസ് പേപ്പറല്ല. ഈ ന്യൂസ് പേപ്പർ ഇന്ന് മുതൽ ആരും വേസ്റ്റാക്കി കളയാതിരിക്കുക. ഈ ന്യൂസ് പേപ്പർ കൊണ്ട് നമുക്ക് ഒരുപാട് കുട്ടികളെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂസ് പേപ്പർ വെറും ഒരു പാഴ് വസ്തുവായിട്ട് ആരും വലിച്ചെറിയാൻ പാടില്ല. ഇന്ന് മുതൽ നമ്മുടെ ഈ NRPS സ്കൂളിലെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ചലഞ്ച് തുടങ്ങുകയാണ്. അപ്പോൾ ആ ചലഞ്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ സാറന്മാർ നമ്മളോട് പറയുന്നതാണ്. പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളും അതിൽ പങ്കുചേരുന്നുണ്ട്. അതുപോലെ മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളും ഈ ന്യൂസ് പേപ്പർ ചലഞ്ചിൽ പങ്കുചേരണം. ഇതുപോലെ കുട്ടികളെ സഹായിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാറന്മാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം. അതിനുശേഷം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മളിത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ പുതിയ സംരംഭമായ ന്യൂസ് പേപ്പർ ചലഞ്ചിൽ പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പേപ്പർ ചലഞ്ച് എന്ന ഈ പ്രോഗ്രാം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും അതിന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യണം. സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ കാണുകയും അതിന് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ NRPS ഹൈസ്കൂളിലേക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി എത്തിയ B&B ഫാമിലി ചാനലിനെ, അതിൻ്റെ പ്രവർത്തകരെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പുതുവർഷം തുടങ്ങിയ ഇതേ ദിവസം തന്നെ സേവന പ്രവർത്തനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായ ഇവർ ന്യൂസ് പേപ്പർ ചലഞ്ച് എന്ന വേറിട്ട പരിപാടിയിലൂടെ നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുവാനുള്ള മാർഗം തിരഞ്ഞെടുത്തതിന് ആദ്യം അഭിനന്ദിക്കുന്നു. പാഴ്വസ്തുക്കൾ എന്ന് കരുതപ്പെടുന്ന പത്രങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇവരുടെ പ്രവർത്തനം. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് ഉൾപ്പെടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളിൽ നിർധനരായുള്ളവരുണ്ട്. അനേകം മാർഗങ്ങളിൽ അവരെ സഹായിക്കുന്നുണ്ട്. എങ്കിലും സഹായം ഇനിയും എത്താത്തവരുമുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഈ ചാനൽ പ്രവർത്തകർ, B&B എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തകർ കാണിക്കുന്ന ആത്മാർത്ഥതയെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണിവർ. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും സുന്ദരമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ന്യൂസ് പേപ്പർ ചലഞ്ച് എന്ന ഈ ഉദ്യമത്തിലേക്ക് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതേപോലെയുള്ള സമൂഹത്തിന് പ്രയോജനപ്രദമായ ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. അതേപോലെ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇത് വിജയിപ്പിക്കണം. പേപ്പർ എത്തിച്ച് തരാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ അവർ നമ്പർ ഇടുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ NRPS സ്കൂളിൽ എത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരത് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളും. നല്ലൊരു സംരംഭമാണ്. എല്ലാവരും ഇതുമായിട്ടൊന്ന് സഹകരിക്കുക. പത്രം സമാഹരിച്ച് അത് വിറ്റതിന് ശേഷമുള്ള തുക ഇവിടുത്തെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, യൂണിഫോം എന്നിവ നൽകുന്നതിനുള്ള പ്രവർത്തനം കൂടിയാണിത്. ഇത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാനും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാനും കഴിയട്ടെ. നമ്മുടെ സ്കൂളിലെ ഈ ഒരു ന്യൂസ് പേപ്പർ ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ, അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവർക്ക് നമ്മൾക്ക് നൽകണം. അതിനുവേണ്ടി എല്ലാ കുട്ടികളും ന്യൂസ് പേപ്പറുകൾ പറ്റാവുന്ന അത്ര രീതിയിൽ സ്കൂളിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുക. പിന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറിൻ്റെ താഴെ അവർ തരുന്നതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാ കുട്ടികളും സപ്പോർട്ട് ചെയ്യുകയും വേണം. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ന്യൂസ് പേപ്പർ ചലഞ്ചിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുകയും അതോടൊപ്പം തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ കുട്ടികളുടെ ഈ സംരംഭത്തിൽ വിജയിപ്പിക്കുകയും ചെയ്യണം. ആൾക്കാർക്ക് വേണ്ടിയാണ് നടത്തുന്നത്. കുട്ടികൾക്ക് അതൊരു കൂടുതൽ അറിവും പകരാനും എല്ലാവർക്കും ഓരോ വിജ്ഞാനപ്രദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു പങ്കാളിത്തം എല്ലാവരും കൂടെ വിജയിപ്പിക്കണമെന്നും അത് നന്മയിലേക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട്